വെറുപ്പോക്കലിന്റെ പേരിൽ BJPയും കോൺഗ്രസും ഒരുപോലെ ചില സാമൂഹ്യ മാധ്യമങ്ങളും ചില നിരപരാധികളെ ഇതിനകത്ത് ക്രൂശിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയും അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പോലും പിന്നിട്ടിട്ടില്ല. അതിനു മുൻപ് ഓരോരുത്തരെയും നിരപരാധികളാണെന്ന് മുഖ്യമന്ത്രി അങ്ങ് വിധിക്കുകയാണ്. അല്ല, ഒരു കാര്യമുണ്ട് മനുഷ്യ, ആ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇപ്പോൾ കിട്ടിയ ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഈ പൾസർ സുനിയെ പോലും യഥാർത്ഥ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇനിയാണ്. യഥാർത്ഥ ചോദ്യം ചെയ്യലിന് ശേഷം ഗൂഢാലോചന പുറത്ത് വരുമെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതുപോലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആരെങ്കിലും സംരക്ഷിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അത് മാനാഞ്ചിറ മൈതാനത്തല്ല അദ്ദേഹം പ്രസംഗിക്കുന്നതെന്ന് ഒരു മുൻ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട പന്തളം സുധാകരൻ അറിയാമല്ലോ. അങ്ങ് മന്ത്രിയായിരുന്നാണല്ലോ. അങ്ങേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിക്കണമെങ്കിൽ അങ്ങ് മൈതാന പ്രസംഗം നടത്തിയല്ലോ ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരു വാക്കിന്റെ പേരിൽ പിടിച്ച് ഒരു കേരളം അഭിമാനകരമായ നേട്ടം, ആരും കേരള പോലീസിനെ സല്യൂട്ട് ചെയ്ത് അങ്ങ് പ്രകോപിതനാകണ്ട. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടിയില്ലല്ലോ. അങ്ങ് ആരും കേരളം സല്യൂട്ട് ചെയ്ത് പോകുന്ന ഒരുപക്ഷെ BJPക്കാരും കോൺഗ്രസ്സുകാരും വിചാരിച്ചു ഈ പ്രതിയെ പിടിക്കുകയല്ല, നമുക്ക് കുറെ നാള് പിണറായി വിജയനെയും ഇടതുപക്ഷ മുന്നണിയെയും പ്രതിക്കൂട്ടി നിർത്തി അടിക്കാന്ന് വിചാരിച്ചു. അവർക്കൊക്കെ നല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ 6-ാം ദിവസം 6 പ്രതികളെയും പിടിച്ച അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയ കേരള പോലീസിനെ സല്യൂട്ട് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പെടുന്നത് അങ്ങേറ്റം കേരള പോലീസിന് അത്തരം സല്യൂട്ട് കിട്ടിക്കൊണ്ടിരുന്ന അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് അത് തുലച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് കോടതിയിൽ പറഞ്ഞത് ഗൂഢാലോചനയുണ്ട്, ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാണ്. എല്ലാ കേസുകളിലും പോലീസ് അങ്ങനെ പറയുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് പറഞ്ഞുവല്ലോ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന കാര്യം. അല്ലാതെ പ്രതികളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ല എന്ന കാര്യമൊന്നും കോടതിയിൽ പോലീസ് പറഞ്ഞില്ല. അതായത് ശ്രീ ആന്റണി രാജു പറഞ്ഞല്ലോ കേരള പോലീസിനെ സല്യൂട്ട് ചെയ്യണമെന്ന്. എല്ലാവരും സല്യൂട്ട് ചെയ്യുന്നു. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ ദേശീയ തലത്തിൽ തന്നെ നമുക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഈ നടിയെ ആക്രമിച്ചത്. അതിനെ തുടർന്നുള്ള മാധ്യമങ്ങളിലായാലും നമ്മൾ അപമാനഭാരം കൊണ്ട് തല കുമ്പിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ രാഷ്ട്രീയം കാണുന്നേയില്ല. എല്ലാവരും പറഞ്ഞ കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്നാണ്. കേരള പോലീസ് ഈ 10 മാസം കൊണ്ട് റിക്രൂട്ട് ചെയ്ത പോലീസൊന്നുമല്ലല്ലോ. കേരളത്തിൽ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പോലീസ് സേന തന്നെയാണ് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിന്ന് പറഞ്ഞിരിക്കുന്നത് ഗൂഢാലോചനയുള്ളത് കൊണ്ട് വിശദമായ അന്വേഷണം നടത്തണമെന്ന്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരുടെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി പറയുന്നു ഗൂഢാലോചന ഇല്ല എന്ന്. അങ്ങനെ ശരി, നിഷ്കളങ്കനായ മുഖ്യമന്ത്രി താഴെ കിടക്കുന്ന ഒരു പത്രം എടുത്ത് വായിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കതയാണെങ്കിൽ ശരി, അങ്ങനെ കളയാം, അങ്ങനെ കാണുന്നു. പക്ഷെ ഇരട്ടച്ചക്കുള്ള മുഖ്യമന്ത്രിയാണെന്നുള്ള ഒരു സെക്കൻഡ്, മറ്റൊരു കേസ് കൂടി ഉണ്ടല്ലോ. ഇന്ന് മറ്റൊരു വാചകവും കൂടി ശ്രദ്ധയിൽപ്പെട്ടുവല്ലോ. ജിഷ്ണുവിന്റെ അമ്മയുടെ വാക്കുകൾ, തൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യാതെ മുഖ്യമന്ത്രി തൻ്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല എന്ന്. വൈകിയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് ബുദ്ധി ഉദിച്ചായിരുന്നു ജിഷ്ണുവിൻ്റെ വീട് ഒന്ന് സന്ദർശിക്കണമെന്ന്. അതൊരു മുഖ്യമന്ത്രിയുടെ ഔദാര്യം എന്ന് മാത്രമേ ഇപ്പോൾ കണക്കാക്കാൻ കഴിയൂ. പക്ഷേ ആ ഔദാര്യം വേണ്ട എന്നാണ് ജിഷ്ണുവിൻ്റെ അമ്മ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർക്ക് വരേണ്ട ഗതികേടുണ്ടായത്. 50 ദിവസത്തിന് ശേഷവും ജിഷ്ണുവിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. ശ്രീജിത്ത്, എന്താണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇക്കാര്യം പറയേണ്ട സാഹചര്യം ഉണ്ടായത്? 5 പ്രതികൾ ഉണ്ടല്ലോ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടവർ. ഇവരുടെ കാര്യത്തിൽ കേരള പോലീസ് മെല്ലെപ്പോക്ക് നടത്തുന്നു എന്ന സംശയമാണോ ഉള്ളത്? ഇതിൽ ഇന്ന് ഞങ്ങളുടെ പെങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പറയാനിടയായ ഒരു സാഹചര്യം, ചൊവ്വാഴ്ച 28-ാം തീയതി ഹൈക്കോടതി കൃഷ്ണദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും വിധി പറയാൻ നിൽക്കുകയാണ്. കൃഷ്ണദാസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ജിത്ത് വിശ്വനാഥൻ, മുൻ വനം മന്ത്രിയും കോൺഗ്രസ് നേതാവുമായുള്ള വിശ്വനാഥൻ്റെ മകൻ സഞ്ജിത്ത് വിശ്വനാഥൻ ഈ കേസിലെ 2ാം പ്രതിയാണ്. ശക്തിവേലു, ആ കോളേജിലെ ഇടിവീരനായിട്ടുള്ള വൈസ് പ്രിൻസിപ്പൽ, 2ാം പ്രതിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടിയെ കൊല്ലാക്കൊല ചെയ്ത ഈ CP പ്രവീൺ പ്രതിയാണ്. അതുപോലെ തന്നെ പരീക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ദിബിൻ പ്രതിയാണ്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു തടസ്സവും നിലവിലില്ല. ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ട് 14 ദിവസം പിന്നിടുകയാണ്. ഈ 28-ാം തീയതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വൈകിയ വേളയിൽ ഈ 48 മണിക്കൂർ മുമ്പേ ഈ അമ്മ വളരെ വേദനയോടുകൂടിയാണ് പറഞ്ഞത്,
ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ശരി, ശ്രീജിത്ത്, ഒരു കാര്യം കൂടി ഈ മുൻകൂർ ജാമ്യം ഈ പ്രതികൾക്കെല്ലാം കിട്ടുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാർ അഭിഭാഷകന്റെ ഒരു ഒത്തുകളി സംശയിക്കുകയാണോ ഇപ്പോൾ ജിഷ്ണുവിന്റെ കുടുംബം? വലിയ രീതിയിൽ കൃഷ്ണദാസ് വലിയ രീതിയിൽ സാമ്പത്തികപരമായും രാഷ്ട്രീയമായ ബന്ധം ഉപയോഗിച്ച് വലിയ രീതിയിൽ ഇടപെടുകയാണ്. സർക്കാർ ഞങ്ങൾക്ക് വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട ഉടൻ തന്നെ ഈ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ 6 ദിവസം കൊണ്ട് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് തന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തെ പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ വലിയ രീതിയിൽ ഇടപെടൽ. നിങ്ങൾ മാധ്യമങ്ങൾ അന്വേഷിക്കൂ, എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ അന്വേഷിക്കൂ. ഉദയഭാനുവിനെ ധൈര്യസമേതം ഹൈക്കോടതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് അല്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി.പി. ഉദയഭാനുവിന് ഈ കേസിൽ ഹാജരാകേണ്ട സാഹചര്യം ഇനി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി എടുക്കുന്ന ദിവസമല്ലേ? അതായത് ചൊവ്വാഴ്ചയാണ്. അവർ തന്നെ ഹാജരാവുകയും ചെയ്തു 28-ാം തീയതി. അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലുള്ള ഇടപെടൽ സി.പി. ഉദയഭാനുവിന് മേൽ ഉണ്ടാകുന്നു എന്ന സംശയമാണ് ജിഷ്ണുവിന്റെ കുടുംബത്തിനുള്ളത്. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷമങ്ങൾ കോടതിയിലെ കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പക്ഷേ മാധ്യമത്തിലൂടെ തുറന്നു പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ അന്വേഷിക്കൂ, അവിടെ നിന്ന് ആരൊക്കെയാണ് അദ്ദേഹത്തോട് ചൊവ്വാഴ്ച ഹാജരാകരുത് എന്ന് പറയുന്നത് ആരാണ്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അതായത് ചൊവ്വാഴ്ച എന്നെ ഏൽപ്പിച്ചത് നിയമമന്ത്രിയാണ്, ഞാൻ ഹാജരാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച അദ്ദേഹം ഹാജരാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ ഹാജരാകാതിരിക്കാൻ സമ്മർദ്ദമുണ്ട് മുകളിൽ നിന്നാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതെ, ഞങ്ങൾ പറയുന്നത് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യൂ, കൃഷ്ണദാസിനെ ജയിലിലടക്കൂ. ഇവന്റെ കൂട്ടുകാർ, ഇവന്റെ കൂടെ താമസിക്കുന്ന കുട്ടികൾ ഇവനെ കൊല ചെയ്തതാണ് എന്നതിന് നിരവധി തെളിവുകൾ അവർ പുറത്തു കൊണ്ടുവരും. കൃഷ്ണദാസിനെ വിശദമായി ഒന്ന് പോലീസ് ചോദ്യം ചെയ്താൽ ഇവനെ കൊല ചെയ്യാനുണ്ടായ സാഹചര്യം, ഇവനെ ഇല്ലാതാക്കാനുള്ള സാഹചര്യം പുറത്ത് ലഭിക്കും. ഈ 28-ാം തീയതി ഈ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ കേസ് ഇതോടുകൂടി അവസാനിക്കും. അതുകൊണ്ട് കനത്ത ഒരു ജാഗ്രത എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ കിരൺ നാരായണൻ സമർത്ഥമായി വിദഗ്ധമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക ഒരു സേനയെ ഉണ്ടാക്കി പോലീസ് ഇപ്പോൾ ഈ നടിയുടെ കേസിൽ തന്നെ സംഭവിച്ചില്ലേ, 48 മണിക്കൂറിനകം മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ ഒരു ജാഗ്രത ഈ കേസിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഒരു സർക്കാരിനെയോ ഒരു രാഷ്ട്രീയ പാർട്ടികളെയോ ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷെങ്കിൽ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട്. ഈ കൃഷ്ണദാസിന്റെ കാര്യത്തിലോ സഞ്ജിത്ത് വിശ്വനാഥന്റെ കാര്യത്തിലോ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നതാണോ എന്ന കോടതിയുടെ ചോദ്യം അതും നിങ്ങളെ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ടെന്ന് കരുതുകയാണ്. സർക്കാർ അഭിഭാഷകൻ വേണ്ട രീതിയിൽ, ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നതിന് ഉണ്ടായിരുന്ന സർക്കാർ അഭിഭാഷകൻ വേണ്ട രീതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇടപെട്ടു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഈ ആദ്യഘട്ടത്തിൽ സർക്കാർ അഭിഭാഷകൻ വലിയ രീതിയിൽ സ്വാധീനത്തിന് വഴിപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഞങ്ങളുടെ അനുഭവം. കള്ളരേഖ ചമച്ചാണ് ഈ കൃഷ്ണദാസിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 15-ാം തീയതി തൃശ്ശൂർ വെച്ച് കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ കോളേജ് തുറക്കാൻ ആവശ്യമായ എല്ലാ തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 16-ാം തീയതി കോടതിയിൽ പറയുന്നത് ഒരു യോഗം നടക്കാൻ പോകുന്നുണ്ട്, ആ യോഗത്തിൽ കൃഷ്ണദാസിന് പങ്കെടുക്കേണ്ടതുണ്ട്, കലക്ടർ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കള്ളമാണ് കോടതിയെ ബോധിപ്പിച്ചത്. അതിനെ എതിർക്കുവാൻ സർക്കാർ അഭിഭാഷകൻ തയ്യാറായതുമില്ല. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ആന്റണി രാജു, വീട്ടിൽ വരേണ്ടെന്ന് ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയോട്. പക്ഷേ തൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നാൽ മതി എന്ന് ജിഷ്ണുവിൻ്റെ അമ്മ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയല്ലേ അത്? അല്ല മഞ്ജുഷേ, ഒരു 20 വയസ്സുള്ളൊരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെയും അമ്മാവിൻ്റെയും ദുഃഖം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു വസ്തുത നമ്മൾ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഇതിനകത്ത് FIS കൊടുക്കുന്നത് തന്നെ ആ കോളേജിലൊരു കുട്ടിയാണ്.
ആ കുട്ടിയുടെ മൊഴി ഏതൊരു കുട്ടി ആദ്യം കൊടുക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുള്ളൂ. നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ആത്മഹത്യ എന്നുള്ള ഒരു കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനം. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആത്മഹത്യാ ശ്രമവും ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്ത് നമ്മുടെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള 5 പേരെ പ്രതികളാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഒരു SIO സർക്കിളോ അല്ല, ഒരു ഞാൻ അതിലേക്ക് വരികയാണ്. രൂപീകരിച്ചത് മാത്രമല്ല, ആദ്യത്തെ പ്രോസിക്യൂട്ടറുടെ പേരിൽ ഒരു സംശയം കുടുംബം ഉന്നയിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ട ഉദയഭാനുവിനെ തന്നെ പ്രോസിക്യൂട്ടറായിട്ട്. ഇപ്പൊ എന്താ തടസ്സം? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒന്നാം പ്രതിയായ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള മുൻകൂർ ജാമ്യത്തിന്മേൽ ഉത്തരവിട്ടിരിക്കുന്നു. ഒന്ന്, ഇതുപോലുള്ളൊരു കേസുകളിൽ ഒരു കേസിൽ ഇത്തരം ഒരു ഉത്തരവ് കോടതി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിൽ പിന്നെ ഒരു സ്വാഭാവികമായിട്ടും ആ പ്രോസിക്യൂട്ടറുടെയൊക്കെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാത്രമേ ഫർദർ അറസ്റ്റ് നടത്തുകയുള്ളൂ. ഇപ്പോൾ ഈ കുടുംബത്തിന് വിശ്വാസമുള്ള CP ഉദയഭാനുവിനെയാണല്ലോ ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉദയഭാനുവിനെതിരെ പോലും ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഉദയഭാനുവിന് പോലും ഇല്ലാത്തൊരു ആക്ഷേപം. CP ഉദയഭാനുവിനെ കുറിച്ച് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നല്ല, അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ്. അങ്ങനെയല്ലേ? സ്വാധീനിക്കാൻ ശ്രമിച്ചതല്ല, അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ വ്യാജമായ പറയരുത്. ശ്രീജിത്ത് പറഞ്ഞതിനെ മുലകോലേക്ക് എടുക്കുന്നു. CP ഉദയഭാനുവിനെ പോലുള്ള അങ്ങനെ ആരും തടസ്സപ്പെടുത്തിയാലും തടസ്സപ്പെടുന്ന ആളെല്ലാം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് CP ഉദയഭാനുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം നിശ്ചയിച്ച സാഹചര്യത്തിൽ കുടുംബത്തിന് വിശ്വാസമുള്ള അന്വേഷണ ഏജൻസി, കുടുംബത്തിന് വിശ്വാസമുള്ള ഒരു പ്രോസിക്യൂട്ടർ, ഇത് രണ്ടും ഗവൺമെന്റ് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉത്തരവിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇനി അതിൽ വിശ്വാസം അർപ്പിച്ച് പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് മറ്റ് 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾ നിശ്ചയിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ, അവർ രണ്ടുപേരുടെയും ഉപദേശം അനുസരിച്ച് തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ കേസിൽ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 48 മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്ന് 14 ദിവസമായി. അല്ല, അത് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി മുമ്പിലാണ് സമരം ചെയ്യുന്നത്. ഹൈക്കോടതി കൃഷ്ണദാസിനോട് മാത്രമാണ്, സഞ്ജിത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ക്ലാരിഫിക്കേഷൻ വേണം. അതാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ കേസും നിലനിൽക്കുക. സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ ആ കേസിലെ നടപടികൾ ആ ഉത്തരവ് വരുന്നവരെ നിർത്തിവെക്കുകയാണ് പതിവ്. ഈ നടിയെ ആക്രമിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഉണ്ടായിരുന്നു. മാർച്ച് 3 മാറ്റിവെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അറസ്റ്റ് ചെയ്തത്. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ നിയമ തടസ്സമില്ല. കൃഷ്ണദാസിന്റെ കാര്യത്തിൽ നിയമ തടസ്സമുണ്ട്. പക്ഷെ മറ്റും 4 പേരുടെ കാര്യത്തിൽ ഒരു കുഴപ്പവുമില്ല. ശ്രീ ഷാജർ ഖാൻ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ശങ്ക അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ജിഷ്ണു വധക്കേസിലാകട്ടെ കൃഷ്ണദാസിനെ പിടിക്കുമോ എന്ന ആശങ്ക ജിഷ്ണുവിന്റെ കുടുംബത്തിനുണ്ട്. കാരണം കോടതിയിൽ ആദ്യം മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ 5 ദിവസം ആദ്യം താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞതും പിന്നെ 2 ദിവസം നീട്ടിക്കിട്ടിയതുമൊക്കെ സർക്കാർ അഭിഭാഷകൻ വേണ്ടവണ്ണം വാദിച്ചില്ല എന്നത് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇനിയും അത്തരം സംശയങ്ങൾ ഉണ്ടാവുകയാണോ? ഇനിയും അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന്? മഞ്ജുഷേ, ഇന്ന് ഞങ്ങൾ ജിഷ്ണുവിൻ്റെ അമ്മയെ കാണാൻ, മഹിജയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ വളരെ ശാരീരികമായും മാനസികമായും തളർന്ന ഒരു അമ്മയാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തി ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്ന സാഹചര്യം എന്ത് എന്നുള്ളത് നമുക്ക് ജിഷ്ണുവിൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നാൽ ജിഷ്ണുവിൻ്റെ അമ്മയെ കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്കറിയാം, കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള 5 പ്രതികളെയും രക്ഷിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുകയാണ്. 14 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കൃഷ്ണദാസിനെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് എടുത്ത കേസിൽ പക്ഷേ ഒരു